ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഒരു DSLRൽ എടുക്കുന്ന രീതിയിലോട്ട് മാറ്റാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആപ്ലിക്കേഷൻ്റെ പേര് ആഫ്റ്റർ ഫോക്കസ് എന്നാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ക്യാമറ എന്നുള്ളതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോ, അതായത് കറണ്ടായിട്ട് നമ്മളിപ്പോൾ ഫോട്ടോ എടുത്ത് അങ്ങനെ തന്നെ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ ഓപ്ഷൻ ആൽബം എന്നുള്ളതാണ്. ആൽബം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് എല്ലാം വരുന്നതായി നമുക്ക് കാണാം. അതിൽ ഏത് ഫോട്ടോയാണോ എഡിറ്റ് ചെയ്യാനുള്ളത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് വരുന്നത് കാണാം. അതിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോയിൽ ഏത് ഭാഗമാണോ മെയിനായിട്ട് കാണേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോ ഫുള്ളായിട്ട് റെഡ് കളർ ആവുന്നതായി നമുക്ക് കാണാം. ഇനി അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ആ മാർക്ക് ചെയ്ത ഭാഗത്തുള്ള റെഡ് കളറെല്ലാം പോയതായിട്ട്. നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലറായിട്ട് ഫോട്ടോ മാത്രം മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൽ ഒത്തിരി ഓപ്ഷൻസ് വേറെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം ഇനി ഈ ഫോട്ടോ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ വലതു ഭാഗത്തായിട്ട് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്താൽ മതി, നമ്മുടെ ഫോട്ടോ സേവ് ആവും. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടെക്നോളജി പരമായ പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.